अल्लाह की कसम अबू का हुक्म तुर्क उसी से अड़ा ഞാൻ പറഞ്ഞതാ ഞാൻ ആരാ ഓ ഇത് മിഷൻ അല്ല ഈ പുള്ളി വലിക്കുന്നത് ഇവിടെ എന്താണ് ഭയ്യ ലയൺ ലയൺ ഓ കണ്ടു 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 അങ്ങ് ദൂരെയാ ഒരു ഫാമിലിയാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ദൂരെ ദോ ഒരുപാടെണ്ണം വാവ് കാട്ടാന വന്ന പക്ഷെ എല്ലാം പിടിയാനാണല്ലോ ഇതിന് കൊമ്പ് കാണുന്നില്ല ഇത് മുറിച്ച് വിറ്റ വാ കൂർക്കം വലിച്ചല്ലേ കേൾപ്പിക്കാൻ ടൈഗറിനെ കണ്ടപ്പോ കൂർക്കം വലിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ ബാംഗ്ലൂർ എത്തി. അവിടെ 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റൂം എടുത്ത് താമസിച്ചു. അത് 2000 രൂപയാണ് നമുക്ക് റൂമിനായിട്ടുണ്ടായിരുന്നത്. അത് കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി റൂമായിരുന്നു. അതിനുശേഷം നമ്മൾ രാവിലെ ഫസ്റ്റ് സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാനും വിശാഖും അനൂപും ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബനാർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു സഫാരി ഉണ്ട്. നമുക്ക് ആ സഫാരി കിട്ടുമോ എന്ന് നോക്കണം. ഇവിടെ ഇന്നിപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ബാംഗ്ലൂർ A-to-B അല്ലേ, A-to-B നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ആണ് വന്നത്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് അതിൻ്റെ ടിക്കറ്റ് ചാർജ് എത്രയെന്നും അതിനകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഓക്കെ, എല്ലാവരും വന്നോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടിപൊളി, നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഫ്രണ്ടിലാണ് കൗണ്ടർ വരുന്നത്. നല്ല തിരക്കാണ് കേട്ടോ ഇവിടേക്ക് വരുമ്പോൾ. ഇതിന് മുമ്പൊരു ദിവസം ഞാൻ വന്നിരുന്നപ്പോൾ അത്രയും വലിയൊരു തിരക്കുണ്ടായിരുന്നില്ല. അത് മുകളിൽ സൂവിലേക്കുള്ള എൻട്രിയും ഇവിടെയാണ്. നമുക്ക് ഇവിടെ നിന്നാണ് സഫാരിക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ആദ്യം കണ്ട ക്യൂ ആണെങ്കിൽ UPI കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുകയാണ്. വിശാഖ, ടിക്കറ്റ് എങ്ങനെയാ? 400 രൂപ. സാറ്റർഡേ, സൺഡേ, മൺഡേ. നോൺ AC അല്ലേ? AC ആണെങ്കിൽ AC-ക്ക് 720 അല്ലേ? സാറ്റർഡേ സൺഡേ ആണോ? അല്ലാത്ത ദിവസമാണെങ്കിൽ 600. ഓക്കെ. ആ, അപ്പോൾ ഇവിടെ AC-യും നോൺ AC-യും സഫാരി അവൈലബിൾ ആണ്. അപ്പോൾ AC-ക്ക് വരുന്നത് 720 ആണ്. വീക്കെൻഡ്സും ഹോളിഡേയ്സും വരുന്നത്. അല്ലാത്ത വീക്ക് ഡേയ്സിലാണെങ്കിൽ 620 ആണ് വരുന്നത്. അനൂപേ, കമോൺ, നമുക്ക് അകത്തോട്ട് പോവാം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു ക്യൂവിലേക്ക് നിൽക്കണം. ഇത് കണ്ടോ, അത് ബസ്സിൽ പോകാനുള്ളവരുടെ ക്യൂ ആണ്. ആ ക്യൂ നിന്ന് നമ്മുടെ നമ്പർ അനുസരിച്ചാണ് ബസ്സിലേക്ക് കയറാൻ പറ്റുന്നത്. നമുക്ക് 3 പേർക്കും കൂടെ ഒന്നിച്ച് ഒരു ബസ്സിൽ കയറാൻ പറ്റിയാൽ മതിയായിരുന്നു. നമ്മൾ 3 പേർക്കും കൂടെ ഒന്നിച്ച് ഒരു ബസ്സിൽ പോയാൽ മതി കേട്ടോ. ഇതുപോലുള്ള ബഗ്ഗിയുണ്ട് ഇതിനകത്ത് ചുറ്റി കാണാനായിട്ട്. ഇതിനകത്ത് തന്നെ സൂ ഉണ്ട്, ബട്ടർഫ്ലൈ പാർക്കുണ്ട്, അതുപോലെ തന്നെ സഫാരിയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സഫാരിക്കുള്ള മാത്രമല്ലേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. വിശാഖേ, സഫാരി മാത്രമല്ലേ എടുത്തോളൂ? സഫാരി സൂ ഉണ്ടല്ലേ? അപ്പോൾ സഫാരി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ സൂ ആണല്ലേ? ഇതാണ് ടിക്കറ്റ് വരുന്നത്. ആ ലൈൻ കട്ട് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് സീബ്രയെ കാണാൻ പറ്റിയത്. ഇനി നമുക്ക് അവർ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈനിലോട്ട് പോവാം. ഇതേ ഈ കാണുന്ന സാധനമാണ് ചിതൽപുറ്റ്. മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് കാണാമായിരുന്നു. ഇപ്പോൾ കുറവാണ് ഇങ്ങനെയുള്ള ഇത്രയും വലിയ ചിതൽപുറ്റ്. അതിവിടെ ഒരു സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ബസ് ഇതാണ്. അയ്യോ, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് അപ്പോൾ എല്ലാവരോടും മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. ഞാൻ അധികം മിക്കവാറും സംസാരിക്കില്ല. നമുക്ക് അനിമൽസിനെ കാണാം. മാൻ പുള്ളിമാനുണ്ട് അവിടെ. അവിടെ നിന്ന് നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോവാം. നോക്കിയേ, കണ്ടോ? നമ്മളെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് വേണ്ടി വീഡിയോ എടുത്ത് തരികയാണ്. നീൽഗായ് അല്ലേ? കാട്ടുപശു. ഒരുപാടെണ്ണം. വാവ്, നോക്കിയേ പുള്ളിമാനും കാട്ടുപശുവും അങ്ങനെ ഒരുപാട്, മ്ലാവും, ഒരുപാട് ഐറ്റം. അതേ കൊമ്പൊന്ന് നോക്കിയേ.
അപ്പൊ അടുത്ത ഗേറ്റ് എത്തിയിട്ടുണ്ട്. ലങ്കോജ എലഫന്റ് ആണ്. ഓ, ലെഫ്റ്റ് സൈഡ് നമ്മൾ ആനയെ കാണാൻ പോയാണ്. ആനയെ വെയിറ്റ് ആൻഡ് സീ, നമുക്ക് എന്താണെന്ന് സംഭവിക്കുന്നത് നോക്കാം. ഓ, ആന ദാ ഇവിടെ ഉണ്ട്. എലഫന്റ് എലഫന്റ്. ഓ, ഒറിജിനൽ കാട്ടാന. കാട്ടാന കാട്ടാന വന്ന പക്ഷെ എല്ലാം ബിരിയാണിയാണല്ലോ. ഇതിന് കൊമ്പ് കാണുന്നില്ല. ഇത് മുറിച്ച് വിറ്റ കൊമ്പ് കാണും. തേറ്റ ദാണ്ടെ ഒരു ചെറിയ തേറ്റ. ഓ, കൊമ്പനെ ഇവിടെ കൂടെ നിർത്തിയ പ്രശ്നമാണ് കണ്ട. ഒരുപാട് കുട്ടിയാനകൾ നിൽക്കണ കണ്ട. അതായിരിക്കും 2 ദിവസം കൊമ്പനെ കൊണ്ടുവന്നതാ. സൈസ് ഉണ്ടാ പിച്ച കാലില് പൊക്കമല്ലോ. പക്ഷെ വലിയ തടി. വൈൽഡ് എലിഫന്റ് കാട്ടാന. വൈൽഡ് എല്ലാമേ വൈൽഡ് ആണ്. ഓ, ഇത് എല്ലാമേ പിച്ച ഇതെല്ലാം സൂ എലിഫന്റ്സ് ആണ്. ആ ഈ ചെറുത് നിൽക്കുന്നില്ലേ, രണ്ടാമത് നിൽക്കുന്ന അത് വൈൽഡ് എലിഫന്റ് ആണ്. ഓക്കെ, അതിനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് കേട്ടോ വൈൽഡ് എലിഫന്റ്. ബാക്കിയുള്ളതൊക്കെ സൂവിലുള്ളതാ. അരിക്കൊമ്പ് ഉണ്ടാ നോക്കി ഈ കൂട്ടത്തിൽ. അരിയേ ഉള്ളു, കൊമ്പ കയറ്റ്. ഇതാണ് AC ബസ്. ഓ, AC ബസ് ഇങ്ങനെ പാർക്ക് ചെയ്തൊക്കെ ഇടും കേട്ടോ, ഇറങ്ങി കാണാൻ. ഗേറ്റ് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ബസ് വന്നപ്പോ ഓപ്പൺ ചെയ്യാണ്. 2 ഗേറ്റാണ്. ടൈഗർ ആണോ? ഓഹോ, കേട്ടോ നമ്മുടെ ബസ്സിന് എത്ര ഗേറ്റ്. അല്ലാഹ് കി ഖസം അബൂ കാ ഹുക്ം തുറക്കൂ സീസെ. ബേർ കരടി കരടി. റൈറ്റ് സൈഡ് में ഇവിടെ 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 ഇവിടെ. ഓ, വൈൽഡ്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് വരണ. വാ വാ. കരടി ഡാൻസ്. भाई साहब ये वेज मेरा ना. ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കാത്തിരുന്നാലേ അത് വരുമ്പോഴത്തേക്ക് കിട്ടുകയുള്ളൂ. ഏ പ്രഭു, ഏ ക്യാ ഹുവാ? അല്ലാഹ് കി ഖസം അബൂ കാ ഹുക്ം തുറക്കൂ സീസെ. അണ്ടാ ഞാൻ തുറന്നണ്ട. ഞാൻ ആരാ പോയി. ഓ, ഇത് മിഷനല്ല, ഈ പുള്ളി വലിക്കുന്നത്. ഇവിടെ എന്താണ് പയ്യെ? ലയൻ ലയൻ. സിംഹം. സിംഹത്തിന്റെ മടയിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറുന്നത്. എവിടെ ലയൻ? അതാണ് നെറ്റ് വന്നു. അത് ആ മന്ത്രം ഒന്ന് പറഞ്ഞേ. അല്ലാഹ് കി ഖസം അബൂ കാ ഹുക്ം തുറക്ക്. തുറക്കൂ സീസെ. അസീസ് കൊണ്ട് അതാണ്. അസീസ തുറ. ഇത് മോട്ടോറല്ല, പുള്ളി വലിക്കുന്നതാണ്. കൊടുങ്കാട്ടിന്റെ അകത്തേക്ക് കയറി. ലൈനിൽ കയറിയപ്പോ നെറ്റ് വന്നണ്ട. കൊള്ളാല്ലേ, നല്ല ടാറിങ് അല്ലേ. അവർ എങ്ങനെ ഡയർ ചെയ്യുന്നുള്ളതല്ലേ. അന്ന് ഇവിടെയൊക്കെ ബോർഡ് വെക്കൂടാ, ഇന്ന് റോഡ് പണി അടയ്ക്കാണ് ഇതിലെ വരരുതെന്ന്. അതെ അതെ, അതായിരിക്കും. ലെഫ്റ്റ് സൈഡ് ലയൻ ലയൻ ലയൻ. ഓ, കണ്ടു കണ്ടു കണ്ടു. അത് ദൂരെയാ. ഒരു ഫാമിലിയാണ് കേട്ടോ. കാണിച്ചുതരാം കാണിച്ചുതരാം. ദൂരെ അത് ദൂരെ ആട്ടോ. ഇത് ആ കുളത്തിന് അപ്പുറത്താണ്. ഫാമിലിയാണ്. ഒരു ഭർത്താവും 2 ഭാര്യയും. രണ്ടാമത്തെ കൂട്ടം ലെഫ്റ്റ് സൈഡ് ലയൻ. എവിടെ? സിംഹം ഇങ്ങോട്ട് നോക്കണില്ലല്ലോ. ഒരു സെക്കൻഡ് ഇങ്ങോട്ടൊരു പോസ് തരൂ. ഇത് റാണിയാണ് കേട്ടോ കാട്ടില്.
ആ ജാട ഓ ലൈൻ ലൈൻ ലൈൻ. ആ ഇത് സാധനം ചില്ലറക്കാരനല്ല അവനൊരു വയറ് ഫില്ലായ റെസ്റ്റ് എടുക്കുന്നത്. ഒരു കൂസലും ഇല്ല. നോക്ക് കിടക്ക, നോക്ക് നോക്കല്ലേ. വാവ്, ഇത്ര അടുത്തില്ല എന്നെ കാണാൻ. ഇവന്റെ വൈഫായിട്ട് പിടങ്ങി കിടക്കാണ്. ആ കണ്ണടിച്ച് കിടക്കുന്നുണ്ട്, വിഷമമുണ്ടോ? അതെ അതെ. റാണി അപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ. അവന് കൂടുതൽ പുറത്താക്കുകയും ചെയ്തേട്ടാ. So beautiful, so elegant, just looking like a wow. ടൈഗർ, ശരിക്കും ടൈഗറിനെ നമ്മൾ തുറക്കോ സീസേ? ശരിക്കും ടൈഗറിനെ നമ്മൾ ഇപ്പോഴാണ് കാണാൻ പോകുന്നത് അല്ലേ? അസീസെ തുറക്ക്. ആ മന്ത്രം ഒന്നുകൂടെ പറ. തുറന്നിഞ്ഞു വേണ്ട, അടുത്ത് പറയാം. കൂർക്കം വലിച്ചല്ലേ കേൾപ്പിക്കണം. ടൈഗറിനെ കണ്ടപ്പോ കൂർക്കം വലിക്കും. ഞാൻ ടൈഗർ കരയും പോലെ കരയാൻ ശ്രമിച്ച പറ്റില്ല. ഈ സൗണ്ട് പ്രശ്നം കൊണ്ടടഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ പോയിച്ചേ. അങ്ങനെ ടൈഗറിനെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനിയും ടൈഗറിനെ കാണുവാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം. എന്താ രസമുള്ള ഫ്രെയിം നോക്കി. അത് കാട്ടിനകത്ത് കൂടെ പച്ച മരങ്ങൾക്കിടയിൽ കൂടെ കറുത്ത റോഡ്, അതിലൂടെ വണ്ടി ഇങ്ങനെ ഓടിപ്പോകുന്നു. അല്ലാഹ് കി ഖസം, ടൈഗർ കാ ഹുക്കും, തുറക്കൂ അസീസേ. അസീസേ തുറക്ക്. അസീസേ എത്തിയതേ ഉള്ളൂ, ഇപ്പൊ വിലക്കും. ടൈഗർ കാ ഹുക്കും എന്ന് പറഞ്ഞല്ലേ? സോറി. അങ്ങനെ നമ്മള് അതിവിജയകരമായ സഫാരി യാത്ര മൃഗങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട്, നമുക്ക് അത് നോക്കാം. KSTDCയുടെ ഇതേപോലുള്ള ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോയി നമ്മൾ തിരിച്ചെത്തി. ഇതിലെ അകത്തോട്ട് പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കാണ്. അങ്ങനെ നമ്മൾ സഫാരി പാർക്കിൽ പോയി, സഫാരി കഴിഞ്ഞു, ഇതെല്ലാം കണ്ടു. ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് കയറുന്നില്ല, കാര്യം നമ്മൾ ലഞ്ച് കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഇനി തിരിച്ചു പോകണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാംഗ്ലൂരിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ 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 പറഞ്ഞേക്ക്.